ചോദ്യപേപ്പർ ചോർച്ചയിൽ യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ടെന്ന കോഴിക്കോട് ഡി ഡി മനോജ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. MS സൊല്യൂഷൻസിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്നറിയില്ല, അധ്യാപകർക്ക് പങ്കുള്ളതായി അറിവില്ല എന്നും ഡി മൊഴി നൽകി. MS സൊല്യൂഷൻസ് സിഇഒയെയും ഇന്ന് ചോദ്യം ചെയ്തേക്കും. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ MS സൊല്യൂഷൻസിനെതിരെ ആരോപണം ഉയർന്നു, ചോദ്യം ചെയ്യലിലേക്ക് മൊഴിയെടുക്കലിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടം വരുമ്പോഴും വീണ്ടും അവിടെ നിന്നും അടുത്ത പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡിയുടെ മൊഴി എന്താണ്? ഈ MS സൊല്യൂഷൻസിന് ഇന്ന് എപ്പോൾ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സ്മൃതി, ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം FIR ഇടുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കടക്കേണ്ടതുണ്ട്. നിലവിൽ ഇന്നലെ വൈകിട്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം കോഴിക്കോട് ഡിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അത് പ്രകാരം ഡി പറഞ്ഞിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള സംശയമുണ്ട്, പക്ഷേ അതിൽ അധ്യാപകർക്ക് പങ്കുള്ളതായി അറിവില്ല. ഒപ്പം തന്നെ യൂട്യൂബ് ചാനലുകളെയും ആ തരത്തിൽ സംശയമുണ്ട് എന്നുള്ള മൊഴിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഈ ക്രൈംബ്രാഞ്ച് സംഘം യോഗം ചേർന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് എന്നും അത് പരിശോധിച്ച ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ള നിലപാടുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഡിയുടെ ഭാഗത്തു നിന്നുള്ള മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ മൊഴി ഉൾപ്പെടെ പൂർണ്ണമായും ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും പോലീസ് ഈ കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് കടക്കുക. അതിന് മുന്നോടിയായിക്കൊണ്ട് MS സൊല്യൂഷൻസിന്റെ CEO ഷുഹൈബിനെ പൊടുന്നനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അന്വേഷണ സംഘത്തിന്റെ യോഗമൊക്കെ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ക്രിസ്മസ് പരീക്ഷയുടെ കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധ്യതാ ചോദ്യങ്ങളുടെ ഒരു പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂട്യൂബ് ലൈവിലേക്ക് MS സൊല്യൂഷൻ വീണ്ടും എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ താൻ നിരപരാധിയാണ് എന്നുള്ളത് വിശദീകരിക്കാൻ പല ഘട്ടത്തിലും MS സൊല്യൂഷന്റെ CEO ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി പല വൻകിട പ്ലാറ്റ്ഫോമുകൾ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ചില നീക്കങ്ങളുണ്ട്, അതിപ്പോൾ തുറന്നു പറയാൻ പരിമിതികളുണ്ട് എന്നുള്ള നിലപാട് CEO ഷുഹൈബ് സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പോലീസിന് ഇപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ശേഖരിക്കും. അത് സംബന്ധിച്ച ഈ യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്നിരിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിന് നൽകിയിരിക്കുന്ന ഉത്തരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഡിക്ഷൻ എന്നുള്ള നിലയിൽ സ്ഥാപനങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്, കൃത്യതയോടുകൂടി തന്നെയാണോ അവതരിപ്പിച്ചിരിക്കുന്നത്, മുൻപ് ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് കടുകിട വ്യത്യാസമില്ലാതെ തന്നെയാണോ അവതരിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ആ ചോദ്യപേപ്പർ ചോർത്തിയത് ആരാണ് എന്നുള്ള സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസിന് സ്വാഭാവികമായും കടക്കേണ്ടിയും വരും. അതൊരു പക്ഷേ അധ്യാപകരിലേക്ക് ഉൾപ്പെടെ എത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ DD നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം അധ്യാപകർക്ക് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പങ്കുള്ളതായി അറിവില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി. ആ കാര്യത്തിലൊക്കെ തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കടക്കേണ്ടി വരും. നിലവിൽ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള KK മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ള കാര്യമാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.